ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹനിയെ വഴക്കു പറയുവാ നന്ദു. നവീനേട്ടൻ നിന്നോടിത് പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് എന്നോടിത് പറയാമായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഇത് മുളയിലേ നുള്ളാമായിരുന്നു എന്ന കാര്യം നന്ദു പറയുമ്പോഴി പറ്റിപ്പോയി എന്ന് അനി. പറ്റിപ്പോയെന്ന്. ഒന്നാമത് എൻ്റെ അച്ഛൻ നല്ലൊരു പയ്യനെ തേടി നടക്കുക. നവീനേട്ടനെ പോലൊരു പയ്യൻ എന്നെ ആലോചിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എന്ന കാര്യം നന്ദു പറയുമ്പോൾ, അല്ലടി നിൻ്റെ അമ്മയ്ക്ക് ജാതകത്തിലൊക്കെ വിശ്വാസം ഉള്ളതല്ലേ, നമുക്ക് ജ്യോത്സ്യനെ കൊണ്ട് ജാതകം ചേരില്ലെന്ന് വല്ലതും പറയിച്ചാലോ? അപ്പം നീ ഒന്ന് ചുമ്മാ ഇരിക്കണേ നന്ദു. അനി ഇക്കാര്യത്തിൽ ജാതകം ഒന്നും നോക്കില്ല എൻ്റെ അച്ഛനും അമ്മയും, ആ കല്യാണം നടത്താനേ ശ്രമിക്കുള്ളൂ എന്ന കാര്യവും നന്ദു അനിയോട് ഇങ്ങനെ ഉള്ള കാര്യം പറയാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. അപ്പം നന്ദു എടുത്ത് നോക്കുമ്പം നോക്ക് അച്ഛനാ എന്നെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നവീനേട്ടൻ വീട്ടിൽ പോയി കാണുമെന്നാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം എടി അവനവിടെ പോയി കല്യാണാലോചന വല്ലതും നടത്തുമോ? നടത്തി കാണുമായിരിക്കും, അതുകൊണ്ടാണ് അച്ഛൻ എന്നെ ഇതുപോലെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്നാ ചെയ്യും? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ. ഇപ്പം നവീനേട്ടൻ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ പിണക്കി വിട്ടത് വലിയ തെറ്റായി പോയെന്ന് അവർക്ക് തോന്നി കാണുമെന്നുള്ള കാര്യം നന്ദു പറയുമ്പം, എന്നാൽ പിന്നെ നീ പിണങ്ങി തന്നെ ഇരിക്കാൻ പറഞ്ഞു, ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ടെന്നു അനി പറയാം. എത്ര നാളിങ്ങനെ പിണങ്ങി മാറി നിൽക്കാൻ പറ്റും? ഇതിപ്പോൾ കാട്ടുതീ പോലെ പറക്കത്തില്ലേ? നിൻ്റെ ഏട്ടനും എൻ്റെ ചേച്ചിയും ഒക്കെ ഇതറിയത്തില്ലേ? അവർക്കൊക്കെ പിന്നെ ഒരുപാട് സന്തോഷമായിരിക്കും ഞാനും നവീനേട്ടനും തമ്മിൽ ഒന്നിക്കുന്നതെന്ന് നന്ദു അനിയോട് പറയുമ്പോൾ, അത് പക്ഷേ എനിക്കൊട്ടും സന്തോഷമല്ല എന്ന് അനി പറയാം. അല്ല നിനക്കോ? എനിക്ക് പിന്നെ സന്തോഷം തന്നെയാണ്. എന്തിനാ ഞാൻ സന്തോഷിക്കാതിരിക്കുന്നത്? അത്രയും നല്ലൊരു വക്കീലിനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വേണ്ടാന്ന് പറയുമെന്ന് നന്ദു ചോദിക്കുമ്പം, നീ SI ആണെന്ന് നോക്കത്തില്ല, ഈ റോട്ടിലിട്ട് കഴിച്ചു നയിച്ച് കൊന്നു കളഞ്ഞാന്ന് പറഞ്ഞപ്പം, കൊല്ലടാ നീ എന്നെ കൊല്ല്, ഇതിലും നല്ലത് അതാണെന്ന് നന്ദു അന്നേരം പറഞ്ഞു. എടാ നിൻ്റെ അടുത്തുനിന്ന് ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തതെന്ന് ചോദിക്കുമ്പം, എടി പറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്കുക, നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് അവനായതുകൊണ്ടാണ് ഞാൻ നിന്നോട് അതിനെപ്പറ്റി പറയാതിരുന്നേ. അയാളായതുകൊണ്ട് ഞാൻ അയാളുടെ പിന്നാലെ പോകുമെന്ന് നീ കരുതിയോന്ന് ചോദിച്ചു. അനി ഇപ്പം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അങ്ങേരെ പിണക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ കൂടില്ലായിരുന്നു എന്ന് നന്ദു പറയുവാണ്. നിന്നെപ്പോലൊരു കഴുതിയെ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു നന്ദു. നിന്നെ ഞാൻ എങ്ങനെയാടാ സ്നേഹിച്ചത്? എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ASI ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പുതിയൊരാൾ അങ്ങോട്ട്, സാർ ഇതാണോ എന്ന് ചോദിച്ചൊരു പേപ്പറുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ആ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ കാര്യം ഇവരെടുത്തിടുക. അവർ ഈ സ്റ്റേഷനിൽ വന്നതിന് ശേഷം പോലീസുകാർക്ക് തിരക്കൊഴിഞ്ഞ ദിവസവും ഇല്ല നേരമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ജോലി ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് നവീൻ അങ്ങോട്ടേക്ക് വരുവാണ്. നവീൻ കയറി വന്നപ്പം, ആഹാ വക്കീൽ സാറോ, ആരേത് കയറി വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നപ്പം നവീൻ വലിയ ചിരിയൊക്കെ ചിരിച്ച് ചെല്ലും. SI മാഡം ഇവിടെ ഇല്ലല്ലോ സാറേ. എവിടെ പോയതാ? അത് പിന്നെ എവിടെ പോയതാണെന്ന് അറിയത്തില്ല സാറേ എന്ന് പറയുകയും ചെയ്തു. ഡ്യൂട്ടിയിലില്ലെങ്കിൽ അവർ ചുറ്റി നടക്കുന്നത് അനന്തപുരിയിലെ പയ്യനുമായിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അനിയുമായിട്ടോ? അതെ. അയ്യോ നവീനൊന്ന് പേടിച്ചു. അവർ തമ്മിൽ നല്ല സൗഹൃദമാണല്ലോ എന്ന് പറയുമ്പം, അത് സാറിന് അറിയത്തില്ലേ സാറേ? സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറം വളർന്ന ബന്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഇയാൾ പറഞ്ഞു. എനിക്ക് മാത്രമല്ല ഈ സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാർക്കും അങ്ങനെ ഒരു തോന്നലില്ലാതില്ല എന്ന് SI പറയണം. സാറ് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല എൻ്റെ സാറേ കാര്യങ്ങൾ. പിന്നെ അത് ഞാൻ പറയാൻ മടിക്കുന്നത്, സാറെങ്ങാനും പോയി മേഡത്തിനോട് പറഞ്ഞാൽ എന്നെ പിന്നെ അവർ വെച്ചേക്കത്തില്ല. അപ്പം ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. നീ നന്ദു അനിയും തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തെന്നുള്ളൊരു നിലയിൽ ഞാനത് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു നവീൻ. അപ്പം എന്നാൽ ഞാൻ പറയാം സാറേ, അതെ ആ പയ്യന് നന്ദു മേഡം എന്ന് വെച്ചാൽ പ്രാന്താണെന്ന കാര്യം പറഞ്ഞു. അപ്പം നവീൻ അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ നന്ദു മേഡത്തിൻ്റെ കാര്യം അറിയാവല്ലോ, ഒരുമാതിരിപ്പെട്ട ആണുങ്ങളുടെ മുന്നിലൊന്നും തല താഴ്ത്തി നിൽക്കുന്ന സ്വഭാവക്കാരിയേ അല്ല നന്ദു മേഡം. പിന്നെ പക്ഷേ അനിയെ അവർക്ക് വലിയ ജീവനാണെന്ന് പറഞ്ഞു. അപ്പോൾ നവീൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതും കേട്ട് നവീൻ്റെ കിളി പോയി നിൽക്കുക. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് സാറേ. പിന്നെ ഈ നിശ്ചയം അറിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു സമാധാനവും ഇല്ല എന്ന് പറയുമ്പോൾ, അത് പിന്നെ ചോദിച്ചു നോക്കിയാൽ ഇവരോടൊക്കെ. അപ്പോൾ അതേന്ന് കൂടെയുള്ള പോലീസുകാരനും പറഞ്ഞു, കുറച്ച് നാളായിട്ട് ഒരു കാരണവും ഇല്ലാതെ ഞങ്ങളോട് ചുമ്മാ ചൂടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കാരണം അന്വേഷിച്ചപ്പോൾ അനന്തപുരിയിലെ പയ്യൻ്റെ നിശ്ചയമാണെന്ന് അറിഞ്ഞു. അയ്യോ നവീന വലിയ ഷോക്കായത്.
വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് സാറേ അവർ തമ്മിൽ കെട്ടാത്തെ, അല്ലെങ്കിൽ എന്നേ നന്ദു മേഡം അനിയുടെ ഭാര്യ ആയേനെ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുന്ന നവീൻ ഈ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ മറ്റൊരു രീതിയിൽ കാണണോ എന്ന് നവീൻ ചോദിക്കുമ്പം സാറ് നല്ല ബുദ്ധിയുള്ള വക്കീലല്ലേ, പക്ഷെ പ്രായം കൊണ്ടും സർവീസ് കൊണ്ടും ഞാൻ കുറച്ച് മുൻപിൽ നിൽക്കുന്ന ആളാണെന്നും നമുക്ക് രണ്ടുപേര് തമ്മിലുള്ള ഇടപെടിയിലൊക്കെ കാണുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പാണോ പ്രേമമാണോ അല്ലെങ്കിൽ ഏത് തരം ബന്ധമാണെന്നൊക്കെ അറിയാനൊക്കെ പറ്റും. നന്ദു മേഡം ആര് തെറ്റ് ചെയ്താലും ക്ഷമിക്കാത്ത കൂട്ടത്തിലാണ്. പക്ഷേ ആകെ കൂടെ ക്ഷമിക്കുന്നത് ഈ പറയുന്ന അനിയുടെ കാര്യത്തിൽ മാത്രമാണെന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു. മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനെ അനി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മേഡം. ആ പയ്യനാണെന്നുണ്ടെങ്കിലോ ഇവിടെ ലോക്കപ്പിൽ കിടക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്നും പറഞ്ഞു. അപ്പോഴും നന്ദു മേഡത്തെ കാണാമല്ലോ എന്നാണല്ലോ പറയുന്നേ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രേമം എത്രത്തോളം വളർന്നിട്ടുണ്ടാകും? അല്ല, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവാം, പക്ഷേ തിരിച്ചങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പം തിരിച്ചുണ്ട്. അയ്യോ എൻ്റെ പൊന്നു സാറ് ഇതൊന്നും ചെന്ന് മേഡത്തോട് പറഞ്ഞു കൊടുത്തേക്കല്ലേ, പറഞ്ഞാൽ ഇനി ഞാൻ രാവും പകലും ഡ്യൂട്ടി എടുത്ത് മടുക്കുമെന്ന് ആ ASI പറയുമ്പോൾ ഞാൻ പറയാനൊന്നും പോകുന്നില്ലടോ. വക്കീലന്മാർ കോടതിയിലെ കലഹം ഉണ്ടാക്കൂ, പുറത്തത് പതിവില്ല. അപ്പം ശരിയെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങ് പോയപ്പം നമ്മൾ പറഞ്ഞതൊന്നും അയാൾക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല, എന്തോ ദഹിക്കാത്തതുപോലെ. അതാ നന്ദു മേഡത്തിനോടുള്ള പ്രേമം കൊണ്ടാണെന്ന് പറഞ്ഞിങ്ങനെ ASIയും അവിടുത്തെ പോലീസുകാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കി. ഈ സമയത്ത് നവീൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരും, അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച്. അപ്പം നേരത്തെ ചെറിയൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഞാൻ അതിൻ്റെ പിന്നാലെ പോയില്ല എന്നും സ്നേഹിക്കുന്ന പെണ്ണ് മറ്റൊരാൾക്ക് മനസ്സ് കൊടുത്തു എന്നറിയാൻ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു എന്ന് നവീൻ പറയാം. പക്ഷെ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പറ്റൂ എന്നൊക്കെ നവീൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക വണ്ടി ഓടിച്ചുകൊണ്ട്. എനിക്കറിയാം നന്ദു ഇവരൊന്നും പറയുന്ന പോലത്തെ ഒരു പെൺകുട്ടി അല്ല എന്ന്. അങ്ങനെ അതും പറഞ്ഞ് നവീൻ വണ്ടി ഓടിച്ച് പോവുക. ഈ സമയത്താണെങ്കിലും നന്ദു വരാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് കനകയും ഗോവിന്ദനും കൂടെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. കനക അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ നീ പറഞ്ഞത് എൻ്റെ സംസാരം അവൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കടുപ്പിച്ച് പറയണമെന്ന്. അത് പറഞ്ഞതാണിപ്പോൾ മൊത്തം കുഴപ്പമായതെന്ന് ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറയുമ്പം അവൾ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു എൻ്റെ ഗോവിന്ദേട്ടാന്ന് കനക. ഇനി നവീൻ അവളെ വേണ്ടാന്ന് പറയുമോ കനകെ? ഒരിക്കലും അങ്ങനെയൊന്നും പറയത്തില്ലെന്നേ. ഇതല്ലാതെ വേറെ ഏത് പയ്യന്മാർ നമ്മൾ കൊണ്ടുവന്നാലും അവൾ വേണ്ടാന്ന് ഉറപ്പായിട്ടും പറഞ്ഞേനേന്ന് കനക പറയുക. ഇതാകുമ്പോൾ അവൾക്ക് നമ്മളെക്കാളും നന്നായിട്ട് അറിയാമല്ലോ നവീനെ, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഇല്ലേ. പിന്നെ മറ്റിപ്പോൾ കേസും മറ്റുമൊക്കെ ആയിട്ട് അവർ ഒന്നിച്ചല്ലേ പലപ്പോഴും നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് തവണ നന്ദുവിനെ നവീൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതുമാണ്. അതുമാത്രമല്ല, അന്ന് കോടതിയിൽ മൂർത്തി സാറിനെയും കുടുംബത്തെയും രക്ഷിച്ചതിന് ശേഷവും നവീനോട് വലിയ മതിപ്പാണ് നന്ദുവിനുള്ളത്. അതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷെ കല്യാണത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ അതൊക്കെ എത്രത്തോളം ശരിയായി വരുമെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഇതേ ഗോവിന്ദേട്ടാ, എനിക്കൊരു സംശയമുണ്ട്. ഇനി നവീനോട് നമ്മുടെ മോൾക്ക് എന്തെങ്കിലും പ്രണയം കാണുമോ? അതെന്താ കനക നീ അങ്ങനെയൊക്കെ ചോദിച്ചേ? അല്ല, എന്നാലല്ലേ ജ്യോത്സ്യൻ്റെ പ്രവചനം സത്യമായിട്ട് വരത്തുള്ളൂ എന്നിങ്ങനെ ചോദിക്കുക. ജ്യോത്സ്യം പറയുന്നത് അവൾ പ്രേമിക്കുന്ന ആളെ തന്നെ കെട്ടുമെന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെയെങ്കിൽ നവീൻ ഇവിടെ വന്ന കാര്യം അറിയുമ്പം അവൾക്ക് വലിയ സന്തോഷമായിരിക്കുമെന്ന് ഗോവിന്ദേട്ടൻ പറയാം. എൻ്റെ ദൈവമേ, അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അതിനെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക. നവീനെ പോലെ ഒരു മോനെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണെന്നും അത് നന്ദുവിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൂടുതലൊന്നും ഇനി സംസാരിക്കേണ്ട കാര്യമില്ല, അവളുടെ ഇഷ്ടം മാത്രം ഒന്ന് അറിഞ്ഞാൽ മതിയെന്നും പറയാം. നയനയും ആദർശിനെ എന്തായാലും ഈ കാര്യം അറിയിച്ചേക്ക്. ഇനിയിപ്പോൾ നന്ദുവിന് എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിലും അത് മാറ്റാൻ അവരെ കൊണ്ടേ പറ്റൂ എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറയാം. നീ ഒന്നുകൂടി വിളിച്ചോ അവളെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കനക വിളിക്കാൻ നന്ദു ഫോൺ എടുക്കുന്നില്ല. അവൾ ഫോൺ എടുക്കണില്ല. അതെന്താ പോലും, അവളിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ, എന്നാ പറ്റിയെന്നൊക്കെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നന്ദുവിനെ പറ്റി ആദ്യം നിന്ന് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബന്ധം നടക്കണമെന്നാണ് തൻ്റെ പ്രാർത്ഥനയെന്നൊക്കെ ഗോവിന്ദേട്ടൻ കനകയോട് പറയാം. എന്ന് വെച്ച് നവീൻ്റെ അമ്മയ്ക്ക് ഇതിനോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബന്ധം നടക്കാൻ വേണ്ടി പഴയതുപോലെ കച്ചകെട്ടി ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല. രണ്ടു കൂട്ടർക്കും 100% സമ്മതമാണെങ്കിൽ മാത്രമേ ഈ ഒരു വിവാഹവുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പം അത്രേ ഉള്ളൂ ഗോവിന്ദേട്ടാ. അല്ലെങ്കിലും നമ്മുടെ മൂത്ത 2 മക്കളുടെ കല്യാണത്തോടെ ഇനി അത്യാഗ്രഹം കാണിക്കില്ല എന്ന് ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞതല്ലേ എന്ന് കനക ചോദിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മരുമക്കളുടെ വീട്ടിൽ പോയി തല കൊനിച്ച് നിൽക്കാൻ എനിക്ക് പയ്യ ഗോവിന്ദേട്ടാന്നും കനക പറയാം.
അങ്ങനെ അവർ തമ്മിൽ ആ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവീൻ ഒരു ഹോട്ടലിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ മാനേജറുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സാർ അവരോട് ഇന്ന് ചോദിച്ചേക്കരുത് കേട്ടോ എന്ന്. ഒന്നാമത് നന്ദു മാഡം ഒരു SI ആണ്, അതിനെന്തും ചെയ്യാത്ത മടിക്കാത്ത ഒരു SI. അപ്പം അങ്ങനൊന്നും സംഭവിക്കില്ലടോ, ഞാനത് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പം, അല്ല അവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലാണെന്നാണ് സാറേ തോന്നുന്നതെന്ന് ഈ മാനേജർ പറഞ്ഞു. എന്നാൽ ബർത്ത്ഡേക്ക് ബീച്ചിൽ അവർക്ക് കേക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞു. പിന്നെ ആ ദിവസം അനിസാർ അർദ്ധരാത്രി വരെ നന്ദു മേഡത്തിന് വേണ്ടി കാത്തു നിന്നായിരുന്നു എന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം അവർ വരാതായപ്പോഴാണ് അനിസാർ അവിടെ നിന്ന് പോയതെന്നും ആ ചേട്ടൻ പറഞ്ഞു കൊടുക്കുക നവീനോട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദു മേഡം വന്നായിരുന്നു. അനിസാർ പിണങ്ങിപ്പോയ കാര്യം അറിഞ്ഞിട്ട് അവർക്കത് വലിയ വിഷമമായിരുന്നു. അതുമാത്രമല്ല, പലപ്പോഴും അവരോട് വരാറും ഉണ്ടല്ലോ, വരുമ്പോഴൊക്കെ ഒരു SIയുടെ പവറൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ തമ്മിലുള്ള സംസാരവും ശൃംഗാരവും ഒക്കെ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ കാണുമ്പം ആർക്കും മനസ്സിലാകും അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം. നവീൻ കണ്ണ് തള്ളി നോക്കി ഇങ്ങനെ നിൽക്കും. പിന്നെ അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല കേട്ടോ എന്ന് പറയുമ്പം, അല്ല എത്ര കാലമായി കാണുമ്പോൾ അവരോട് വരാൻ തുടങ്ങിയിട്ട്? അപ്പം അത് കുറേ കാലമായെന്ന് പറഞ്ഞു. നന്ദുവേണ്ട സർവീസിൽ കയറുന്നതിന് മുന്നേ അവർ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ വരുമായിരുന്നു എന്ന കാര്യം പറഞ്ഞു. അല്ലാതെയും വരാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ പ്രണയിക്കുന്ന ഒരുപാട് പേര് വരാറുണ്ടല്ലോ എൻ്റെ സാറേ. പിന്നെ അവരുടെയൊക്കെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോഴേ ഒരാണും പെണ്ണും വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ വെറും സൗഹൃദമാണോ അതോ ലവ് ആണോ എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നൊക്കെയാ ചേട്ടൻ പറഞ്ഞു. അവരെ കണ്ടിട്ട് ലവ് ആണെന്ന് തോന്നുമല്ലേ? അപ്പോൾ ഏതാണ്ട് 99% അങ്ങനെ തന്നെയാണെന്നൊക്കെ ആ സമയത്ത് ഈ ചേട്ടൻ പറഞ്ഞു. ശരി, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് നവീൻ. അവരോടും ഞാൻ ഇക്കാര്യമൊന്നും പറയില്ല കേട്ടോ, പക്ഷേ ഞാനിവിടെ വന്ന് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയ കാര്യം ആരും അറിയരുത് കേട്ടോ. ഇല്ല സാർ, അത് ഒരിക്കലും ഇല്ല എന്നാ ചേട്ടൻ പറഞ്ഞു. നവീൻ ആ ഡീറ്റെയിലും എടുത്ത് അവിടെ നിന്ന് പോയി. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്തും തല പുകഞ്ഞോണ്ടാണ് ഓടിക്കുന്നത്. ആ സമയത്ത് നവീൻ്റെ വണ്ടിയുടെ തൊട്ട് സൈഡിലൂടെ നന്ദുവും അനിയും കൂടെ പോണു. അപ്പോൾ അവരെ രണ്ടുപേരെയും കൂടെ നവീൻ കാണുകയും ചെയ്തു. നവീനപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും ബാക്കിയും കൂടെ പോയി. നവീൻ എന്നിട്ട് ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്യുക കേട്ടോ. അത് അനിയുടെ ബൈക്കല്ലേ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നവീന് ഭയങ്കര ടെൻഷൻ. അപ്പം പിറകിലിരിക്കുന്നത് നന്ദു ആണല്ലോ, ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷനോട് കൂടി നവീൻ ഇവരുടെ പിന്നാലെ പോണു. അവർ നേരെ പോകുന്നത് ഒരു കടൽ തീരത്തേക്കാണ്. അപ്പോൾ അവിടെ ചെന്നു കൈ കോർത്ത് പിടിച്ചവർ നടക്കുവാണ്. നിൻ്റെ കൂടെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വന്നിങ്ങനെ സമാധാനമായിട്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത്. പിന്നെ അച്ഛനും അമ്മയുടെ സങ്കടത്തിലായിരിക്കും, അത് ശരിയല്ല എനിക്കറിയാം. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറയാം. എന്ന് പറഞ്ഞ് അനി ചോദിക്കും, അല്ല നവീനേട്ടൻ നിൻ്റെ മനസ്സിലുള്ളത് നിന്നോട് പറഞ്ഞിട്ടും നീ അത് എന്നോട് പറഞ്ഞില്ലല്ലോ. എടി ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് അനി പറയാം. അപ്പം സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കാര്യത്തിൽ എല്ലാ ആണുങ്ങളും സ്വാർത്ഥരാണെന്ന് അനി നന്ദുവിനോട് പറയാണ്. പിന്നെ നീയും നവീനും തമ്മിൽ ഇടയ്ക്ക് നല്ല അടുപ്പത്തിലൊക്കെ ആയിരുന്നു. നിങ്ങൾ തമ്മിൽ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. നിനക്ക് അവനോട് നല്ല മതിപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ മതിപ്പുള്ളത് കൊണ്ട് എൻ്റെ മനസ്സ് അങ്ങോട്ട് ചായുമെന്ന് നിനക്ക് തോന്നിയോ എന്ന് ചോദിച്ചു. അല്ല, അങ്ങനെ പെട്ടെന്ന് ചായുന്ന മനസ്സല്ല നിൻ്റേതെന്ന് എനിക്കറിയാം. എന്നാലും അവന്തികയും ഞാനും തമ്മിലുള്ള കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചതുകൊണ്ട് ഇനി മറിച്ച് ചിന്തിക്കുക എന്നുള്ളൊരു ഭയം അതെൻ്റെ ഉള്ളിൽ കടന്നു കൂടിയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോടാ. അപ്പം നീ എന്നെ അത്രയ്ക്കൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളല്ലേ? എന്തേ വഴക്കിടാൻ വേണ്ടിയിട്ടല്ല കേട്ടെന്നത് നമ്മളിങ്ങോട്ട് വന്നേ, നമുക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാമെന്നും പറഞ്ഞ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അനി അങ്ങനെ പോകണു. അവിടെ പോയി രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ നവീൻ അങ്ങോട്ടേക്ക് വരുന്നു. നവീൻ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേ അവർ രണ്ടുപേരുമാണ് ഇരിക്കുന്നത്. അവരെന്നെ കണ്ടാൽ ശരിയാവില്ല എന്ന് നവീൻ ചിന്തിക്കും. എന്നിട്ട് നവീൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് വണ്ടിയുടെ പിൻസീറ്റ് കയറിയിരുന്നു. അപ്പം നവീനേട്ടനെ പോലൊരു പയ്യൻ എന്നെ ആലോചിച്ച് വരുമെന്ന് എൻ്റെ അച്ഛനും അമ്മയും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണെന്ന് നന്ദു അനിയോട് പറയുവാണ്. ഇതെല്ലാം നവീൻ വണ്ടിയിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല, തൻ്റെ അടികളായ പെൺകുട്ടികളെ നവീനേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ആലോചന അവർ പ്രതീക്ഷിക്കത്തേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പോൾ അത് അവരെന്തെങ്കിലും ആലോചിച്ച് കാണുമായിരിക്കോ, അല്ലെങ്കിൽ പിന്നെ അമ്മയും അച്ഛനും മാറിയും തിരിഞ്ഞ് എന്നെ ഇങ്ങനെ വിളിക്കില്ലല്ലോ എന്ന് നന്ദു പറയുകയും ചെയ്തു. അവനാണെങ്കിൽ അങ്ങ് ഭ്രാന്ത് പിടിച്ച് നടക്കാം. എൻ്റെ നിശ്ചയം നടന്നിരുന്നെങ്കിലേ അവൻ ഇത്ര പെട്ടെന്ന് നിന്റെ ആലോചനയായിട്ട് മുന്നോട്ട് പോകത്തില്ലായിരുന്നു എന്ന് അനി പറയുകയും ചെയ്തു. അവൻ്റെ ഉള്ളിലെ ഇഷ്ടം അവൻ നിന്നോട് പറയത്തുമില്ലായിരുന്നു എന്ന്. അപ്പോൾ ചില ആൾക്കാരോട് നമുക്ക് എടുത്തടിച്ചതുപോലെ മറുപടി പറയാനൊന്നും പറ്റത്തില്ലല്ലോ അനി. പ്രത്യേകിച്ച് എനിക്കും നിനക്കും ഒക്കെ ഒരുപാട് കടപ്പാടുണ്ട് നവീനേട്ടനോട് എന്ന് നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു. അന്ന് നവീനേട്ടൻ കോടതിയിലെ താടിയിലായിരുന്നെങ്കിലേ നീ നിന്റെ വീട്ടുകാരൊന്നും രക്ഷപ്പെടില്ലായിരുന്നു എന്ന് പറയുകയാണ്. ചിലപ്പോൾ നിന്റെ മുത്തശ്ശനെ പോലും ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നേനെ എന്നും പറഞ്ഞപ്പോൾ എടി ആ ഒരു നന്ദിയൊക്കെ എനിക്ക് അവനോടുണ്ട്.
പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു പെണ്ണിനെ സ്നേഹിച്ചതാ മൊത്തത്തിൽ കുഴപ്പമായതെന്നൊക്കെ അനി പറയുമ്പം എന്നിട്ട് ആ പ്രണയം പറയണമെന്ന് നവീനേട്ടൻ പറഞ്ഞത് ആരോടാ? നിന്നോടും. കൊള്ളാം പറഞ്ഞിങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക രണ്ടുപേരും ഇതൊക്കെ പറഞ്ഞ്. ആ ഇപ്പോഴല്ലേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ നവീനേട്ടനെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴേ നിന്റെ മുഖത്തെ മാറ്റം ഇതുകൊണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ എന്നിങ്ങനെ നമ്മുടെ നന്ദു അനിയോട് പറയണം. അപ്പം സത്യം പറയാമല്ലോ, നിങ്ങൾ തമ്മിൽ കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു എന്ന് അനി നന്ദുവിനോട് പറയുകയും ചെയ്തു. എടി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബർത്ത്ഡേ കേക്ക് നീ മുറിച്ചപ്പം കൃത്യമായിട്ട് അവനും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോൾ അവിടെയും എനിക്ക് പകരം എത്തിയത് അവനല്ലേ. പിന്നെ അതുകൊണ്ട് ഇനി നിന്റെ ജീവിതത്തിലും എനിക്ക് പകരക്കാരനായിട്ട് അവൻ വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്ന് അനി പറഞ്ഞപ്പം ഇപ്പോഴും ആ ഒരു പേടി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ കൂട്ടുകാരനും തമ്മിൽ ഉടക്കേണ്ടി വരുമെന്ന കാര്യം നന്ദു പറഞ്ഞപ്പം അതന്നെ എൻ്റെയും പേടിയെന്ന് അനി പറയാം. അതിനേക്കാളും എൻ്റെ ആശങ്ക അത്രയും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഓർത്തിട്ടാണെന്നും അനി പറയാണ്. നവീൻ പോയി പെണ്ണാലോചിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാ അവനെപ്പോലൊരു പയ്യനെ നിൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും വിട്ട് കളയില്ല എന്നും. ഒരു തലവേദന ഒഴിഞ്ഞു പോകുമ്പോൾ അതിനേക്കാളും വലുത് വേറെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ സങ്കടത്തോടെ പറയുകയും ചെയ്തു. നമുക്ക് ഒരു വള്ളത്തിൽ കയറി ഒരു പോക്കങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചപ്പം എങ്ങോട്ടാന്ന് ചോദിച്ചു നന്ദു. എങ്ങോട്ടെങ്കിലും പോയേക്കാം. ശരി, അതിന് നിനക്ക് വള്ളമൊക്കെ തുഴയാൻ അറിയാവോ? നീന്താൻ അറിയാവോ? നീന്തലൊക്കെ എനിക്ക് കുറച്ചറിയാം. പക്ഷേ ഒഴുക്കിൽപ്പെട്ട് പോയാലേ ഞാൻ തന്നെ നിന്നെ രക്ഷിക്കേണ്ടി വരുമെന്ന് നമ്മുടെ നന്ദു അനിയോട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ചിരിച്ചും കളിച്ചും വർത്തമാനവും ഒക്കെ പറഞ്ഞും അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടെ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ആ ഒരു സന്തോഷം അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവീൻ്റെ മുത്തശ്ശനും അമ്മയും അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് പലപ്പോഴും ആ കൊച്ചിനെ തന്നെയാണ് സംശയം തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗുമസ്തൻ അവിടെ നിന്ന് പറയുക, ആ കനകയുടെ മോളില്ലേ നന്ദു, അപ്പോൾ ഇവരും അല്ലാണ്ടായിരിക്കാം. എസ് ഐ നന്ദുവിനെ പറ്റി പറയുമ്പോഴൊക്കെ നവീൻ സാറിന് 100 നാവല്ലേ എന്നൊക്കെ ആ ഗുമസ്തൻ അവിടെ നിന്ന് പറയുന്നു. അവർ നല്ല സുഹൃത്തുക്കളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പം. അല്ലാണ്ട് പിന്നെ അവൻ്റെ മനസ്സിലുള്ള പോലീസ് ഓഫീസർ പിന്നെ ആരാ അച്ഛാ എന്ന് പത്മ ചോദിക്കുക. ആ പെണ്ണാണെങ്കിലേ എനിക്ക് സങ്കല്പിക്കാനേ പറ്റുന്നതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു. അവളുടെ ഓരോരോ കഥകൾ കേട്ടിട്ടേ പണ്ടേ എനിക്ക് അവൾ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പം അവളുടെ 2 ചേച്ചിമാരല്ലേ അനന്തപുരിയിൽ 2 മരുമക്കൾ, അതിൽ നയനയെക്കുറിച്ച് മൂർത്തിയും അത് കുടുംബക്കാരും പറയുന്ന നല്ല കാര്യങ്ങൾ നീ കേട്ടിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. അതും കേട്ടിട്ടുണ്ട്. അവളുടെ ചേച്ചി നവ്യയെക്കുറിച്ച് പറയുന്നതും കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അച്ഛാ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നവീൻ കയറി വരുന്നത്. അപ്പോൾ നവീൻ അങ്ങോട്ടേക്ക് കയറി വന്നു. നവീനാണെങ്കിൽ ആകെ നിരാശപ്പെട്ട അങ്ങോട്ടേക്ക് വരുന്നത്. നവീൻ്റെ നിരാശയും കാര്യങ്ങളും എല്ലാം ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നവീൻ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇവർ നവീനെ തന്നെ നോക്കി. ഇപ്പം നവീൻ ഇവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോവുക. അപ്പോൾ എടാ എന്നും പറഞ്ഞ് മുത്തശ്ശൻ വിളിച്ചു. നിൻ്റെ കല്യാണക്കാരുമാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്. എസ് ഐ നന്ദു ആണോ സാറിൻ്റെ മനസ്സിലുള്ളതെന്ന് ഞങ്ങളുടെയൊക്കെ സംശയമെന്ന് ഗുമസ്തൻ പറഞ്ഞപ്പം ആണെങ്കിൽ നടക്കില്ല എന്ന് അമ്മ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരുത്തി ഈ വീട്ടിലെ മരുമോളായിട്ട് വേണ്ട എന്ന് നവീനോട് നവീൻ്റെ അമ്മ തറപ്പിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അത് കേട്ട കണ്ണ് തള്ളിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ നവീനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.